Hello students, welcome to this channel. Today we are going to discuss the topic about cyclic group. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പാണ്. നേരത്തെ തന്നെ സബ് ഗ്രൂപ്പ്, ഹോമോമോർഫിസം, ഐസോമോർഫിസം ഇതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വരുന്നത്, അതായത് അതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ ഇതും കൂടി നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. സോ സൈക്ലിക് ഗ്രൂപ്പിൽ ഫസ്റ്റ് ഒരു ഡെഫിനേഷൻ വരുന്നുണ്ട്, ഒരു 2 എക്സാമ്പിളും കൂടി ഇതിൽ പറയുന്നുണ്ട്. എപ്പോഴായിരിക്കും ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആവുക? അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആയിരിക്കണം. സെക്കൻഡ് വൺ അസോസിയേറ്റീവ് ട്രൂ ആയിരിക്കണം. മൂന്നാമത് ഐഡൻറ്റിറ്റി ട്രൂ ആയിരിക്കണം. പിന്നെ ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ആവണം. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ് എപ്പോൾ സൈക്ലിക് ആവുന്നത് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഈസ് കോൾഡ് എ സൈക്ലിക് ഫോർ സം എ ബിലോങ്സ് ടു ജി. ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു ജി ഓഫ് ദ ഫോം എ റൈസ് ടു എൻ വെയർ എൻ ഈസ് ആൻ ഇൻറ്റിജർ. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുന്നു. അതായത് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തിട്ട് ആ എലമെൻറ്റിൻ്റെ പവേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് അതിന് നമ്മൾ പവേഴ്സ് n = 0, 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സെറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വീണ്ടും ആ പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് a raised to n where n is some integer. So when you take the power of that material, that means one element can be expressed as the power of some other elements. അപ്പോൾ 2, 3, 4 ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ പവറായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ we say that it is a cyclic group. So the element A is called, അപ്പോൾ നമ്മൾ പറയും ആ എലമെൻറ്റ് A എന്ന് പറയുന്നത് is called a generator of G. So a cyclic group G can be denoted as, ജനറേറ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ഇത്. ഈ ഒരു നൊട്ടേഷൻ, ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിനകത്ത് നമ്മൾ എഴുതുന്നതാണ് ജനറേറ്റർ എന്ന് പറയും. അപ്പോൾ നമുക്ക് തരുന്ന സെറ്റ് അനുസരിച്ചായിരിക്കും അത് ആ സൈക്ലിക് ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇസെറ്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഇസെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഈ സെറ്റ് ഫൈനൈറ്റ് ആണോ? അല്ല, ഒരിക്കലും ഫൈനൈറ്റ് അല്ല. കാരണം ഇസെറ്റ് എന്ന് പറയുന്നത് ടേക്സ് ദ വാല്യൂ 0, +or-1, +or-2, +or-3 etc. So these type of integers are there, so that അതായത് we cannot say that this is finite. So this set is an infinite set. Suppose if I give you a set like this, G is equal to 1 - 1 I minus I, like this if I give you, and I am saying that is this a finite set? Yes, the set is finite. അപ്പോൾ ആ സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം it is a finite cyclic group. If it is infinite, we say that it is an infinite set or infinite cyclic group. So I hope you could have understood this definition. Once again I repeat this, ഒരു ഗ്രൂപ്പ് എപ്പോഴാണ് സൈക്ലിക് ആവുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൾറെഡി 4 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്നിട്ട് അതിൽ തന്നെ ഒരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റിന് പവേഴ്സ് ഓഫ് എലമെൻറ്റ്സ് എഴുതുമ്പോൾ, പവർ കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിനകത്തുള്ള മറ്റ് എലമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ we say that element is called a generator of G. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. This is the condition. So let us move on to an example. So infinite group ആകുമ്പോൾ എന്താണ്? both takes positive negative values ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇപ്പോൾ 0, 1, 2, 3, -1, -2, -3 എന്നാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ it is an infinite cyclic group. Okay, now let us move on to an example. For example, let G equal to 1 - 1 I minus I എന്ന് പറയുന്ന ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. സോ ആൾറെഡി ഇത് ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഗ്രൂപ്പ്, അതായത് ഇത് ഒരു ഗ്രൂപ്പാണ്, ഇതിനൊരു സബ് ഗ്രൂപ്പ് ഉണ്ട്, ആ സബ് ഗ്രൂപ്പും ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ, അതായത് വീഡിയോ 8 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കൂടി നോക്കുക. ആൻഡ് ഓൾസോ G, check whether G, dot എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. With respect to the binary operation multiplication is a cyclic group or not, we have to show that. So given 1 - 1 I minus I, only 4 elements are there. That means that the set is finite. Now
ഹിയർ ദർ ആർ 4 എലമെൻറ്റ്സ്. അപ്പോൾ ഈ ആകെ 4 എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഈ 4 എലമെൻറ്റ്സിന് ജനറേറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. ഞാനിപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുവാണ് 1. അപ്പോൾ 1 അതായത് 1 1 ആണ്. 1 സ്ക്വയർ ഇസ് 1 കാരണം വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1, 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1, അതുപോലെ 1 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1, എല്ലാ ആൻസേഴ്സും 1. അപ്പോൾ ആ സെറ്റിലുള്ള മറ്റ് എലമെൻറ്റ്സ് ഇവിടെ വരുന്നില്ല. അത് കാരണം ദിസ് ഇസ് നോട്ട് എ ജനറേറ്റർ. ഇനി അടുത്ത -1 എടുക്കാം. -1 എന്ന് പറയുമ്പോൾ എന്താണ് 1. സോ -1 എന്ന് പറയുമ്പോൾ -1 ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ -1 ഇൻറ്റു -1, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതും വീണ്ടും ആ എലമെൻറ്റ്, അതായത് 1 -1 തന്നെ വരുന്നുണ്ട്, പക്ഷേ ഐയും -ഐയും ഇവിടെ വരുന്നില്ല. അപ്പോൾ -1 ഒരു ജനറേറ്റർ അല്ല. ഉള്ള 4 എലമെൻറ്റ്സിൽ 1 ജനറേറ്റർ അല്ല, -1 ജനറേറ്റർ അല്ല. ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ് എടുക്കാം. ഇറ്റ് ഈസ് ഐ. അപ്പോൾ i⁻0 എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് 1. i⁻1 എന്ന് പറയുമ്പോൾ എന്താണ്? ഐ തന്നെ. i² ഇസ് -1. i³ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? i² ഇൻറ്റു ഐ, that is equal to -i. So i² is equal to, we know that i² is equal to എന്താണ് വാല്യൂ? -1. So -1 into i equal to -i. i⁻4 ആകുമ്പോൾ i² ഇൻറ്റു i², that is -1 into -1 equal to 1. So ഇതിലിപ്പോൾ ഈ സെറ്റിനകത്ത് നോക്കിക്കേ, ഏതൊക്കെ എലമെൻറ്റ്സ് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്, -1 വരുന്നുണ്ട്, -i വരുന്നുണ്ട്, വീണ്ടും 1 വരുന്നുണ്ട്. അപ്പോൾ 1 -1 i -i, ആ സെറ്റിലെ തന്നെ 4 എലമെൻറ്റ്സ് വീണ്ടും വരുന്നില്ലേ? therefore i എന്ന് പറയുന്നത് അപ്പോൾ ജനറേറ്റർ ആണല്ലോ. സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് therefore i ഈസ് എ ജനറേറ്റർ ഓഫ് g. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ്, ഇനി അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത എലമെൻറ്റ് ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വിച്ച് ഇസ് ദ എലമെൻറ്റ്? -i. സോ വെൻ വി കൺസിഡർ -i ദ ഹോൾ റൈസ്ഡ് 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 1. -i⁻1 -i² വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ i² ഇസ് -1, -i ദ ഹോൾ ക്യൂബ്. അപ്പോൾ -i³ എങ്ങനെ എഴുതാം? -i³ എങ്ങനെ എഴുതാം? i² ഇൻറ്റു ഐ. അപ്പോൾ i² വാല്യൂ എന്താണ്? -1. അപ്പോൾ -1 ഇൻറ്റു ഐ, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ ഐ ആണ് ആൻസർ. ഇനി -1 i⁻4, അപ്പോൾ i⁻4, therefore i² ഇൻറ്റു i² വാല്യൂ ഇസ് -1 ഈക്വൽ ടു +1. അപ്പോൾ ഇതിനകത്ത് ഇതും ഒരു ജനറേറ്റർ ആണ്, അതായത് -i ഇസ് ഓൾസോ എ ജനറേറ്റർ. We are having 2 generators, that is G, dot is a cyclic group. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് ജനറേറ്റേഴ്സ് വരുന്നത്? ഐ ഒരു ജനറേറ്റർ ആണ്, പിന്നെ -iയും ഒരു ജനറേറ്റർ ആണ്. അപ്പോൾ ഈ സെറ്റിൽ 4 എലമെൻറ്റ്സ് ഉള്ളതിൽ നമുക്ക് 2 ജനറേറ്റർ വരുന്നുണ്ട്. 2 ജനറേറ്റേഴ്സ് വരുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്തുകൊണ്ട് ഞാൻ i⁻4 നിർത്തി, പിന്നെ i⁻5 പോയില്ല? ദാറ്റ് മീൻസ് വീണ്ടും ഇപ്പോൾ i⁻5 ആണ് എടുക്കുന്നതെങ്കിൽ ഐ ക്യാൻ റൈറ്റ് it as i⁻4 into i. i⁻4 ആൾറെഡി വാല്യൂ എന്താണ് ഇവിടെ? 1 into i. അപ്പോൾ വീണ്ടും ഈ സൈക്കിളിലുള്ള ജനറേറ്റേഴ്സ് വാല്യൂ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ തന്നെ ആ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും വരുന്നെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ജനറേറ്റർ. സോ ഈ ഐ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? G equal to 1 -1 i -i. ഇപ്പം നമുക്ക് 1നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എങ്ങനെ എഴുതാം? 1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ i⁻4 എന്ന് എഴുതാമല്ലോ. പിന്നെ -1 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? -1 യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -1നെ ഇവിടെ നമുക്ക് നോക്കാം i² എന്ന് എഴുതാം. ഇനി i എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? i⁻1. അപ്പോൾ പിന്നെ i³ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -i. സോ i², i³ i⁻4, ഇത് ഇത്രയും നമുക്ക് ജനറേറ്റേഴ്സ് ആണ്. ഇനി
ഇനി ഐ റൈസ് ടു 0 എന്ന് പറയുമ്പോൾ വാല്യൂ 1 ആണ്. സോ ഞാൻ അത് എടുക്കുന്നില്ല. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ഐ, ദെൻ ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ -i റൈസ് ടു 4 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 1 -1 ഐ ഇത് 4 ജനറേറ്റർ വാല്യൂസ് ആയതുകൊണ്ട് എനിക്ക് ഈ 4 വാല്യൂസിനെ ഈ ഐ വെച്ച് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഐ ക്യാൻ എക്സ്പ്രസ് ദിസ് 4 values in terms of I square, I cube, I raised to 4. So I am expressing this in the term of, when you consider an element A such that when you express in terms of A raised to n, where n is an integer, then we say that if you are able to express that it is equal to x, some element is expressed in terms of some power of the elements, then we say that that element A is called a generator of the set G. Similarly, G equal to, what is the value here? -i. I can write this in terms of, because I am having -1 as another generator, I can rewrite this. That means, how I can write this? -i the whole square, -i the whole cube, -i the whole raised to 4. ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ -iയും ഒരു ജനറേറ്റർ, ഐയും ഒരു ജനറേറ്റർ. അപ്പോൾ ഈ സെറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ജനറേറ്റേഴ്സ് എക്സിസ്റ്റ് ആവുന്നുണ്ട്. there exist more than one generator in a cyclic group. That means the generators can be represented as G equal to I in the notation of generator I and G equal to -i in the generator I. So നമുക്ക് 2 ജനറേറ്റേഴ്സ് വരുന്നുണ്ട്. ഒരെണ്ണം I, മറ്റൊന്ന് -i. So this is a cyclic group. So we have to check whether it is a cyclic group. So this is a cyclic group. ആണോ എന്ന് ചോദിച്ചാൽ എത്ര ജനറേറ്റേഴ്സ് എക്സിസ്റ്റ് ആവുന്നുണ്ട്? 2 ജനറേറ്റേഴ്സ് എക്സിസ്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് z+, എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് z എന്ന് പറയുമ്പോൾ ടേക്സ് ദ വാല്യൂ 0 ± 1 ± 2 ± 3 is a cyclic group of which the generator is 1 എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിനെല്ലാം ഇപ്പോൾ 1 റൈസ് ടു 0 എടുത്താൽ എന്താണ്? 1 റൈസ് ടു 1 എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണ്. അപ്പോൾ 1 റൈസ് ടു 1 സ്ക്വയർ ആകുമ്പോൾ എങ്ങനെ എഴുതും? 1 + 1, നോട്ട് 1 into 1, because the binary operation is addition. So 1 + 1 that is equal to 2. അതും ഒരു ഇൻറ്റിജർ ആണ്. 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 + 1 + 1 that is 3 which belongs to Z. 1 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ എന്താണ്? 1 + 1 + 1 + 1 that is equal to 4 which belongs to Z, which is also a generator. Similarly, ഇപ്പം നമ്മളിപ്പോൾ പോസിറ്റീവ് സൈഡ് ആണല്ലോ നോക്കിയാൽ, നെഗറ്റീവ് സൈഡ് നോക്കാം. നെഗറ്റീവ് സൈഡ് എന്താ വരിക? 1 റൈസ് ടു -1 എന്ന് പറയുമ്പോൾ എന്താണ്? -1. ഇനി 1 റൈസ് ടു -2 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 1 സ്ക്വയർ ദ ഹോൾ റൈസ് ടു -1. വാട്ട് ഇസ് 1 സ്ക്വയർ ഹിയർ? ഇറ്റ് ഇസ് 2 റൈസ് ടു -1. 2 റൈസ് ടു -1 എന്ന് പറയുമ്പോൾ ദ മീനിങ് ഇസ് ഇൻവേഴ്സ് ഓഫ് 2. വാട്ട് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് 2? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എ ആണ് ഒരു എലമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സെറ്റ് G, പ്ലസ് ആണെങ്കിൽ, എ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി -a. അപ്പോൾ -a ആയിരിക്കും അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ 2 ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവേഴ്സ് ഓഫ് 2 -2. സിമിലർലി 1 റൈസ് ടു -3. 1 റൈസ് ടു -3 എങ്ങനെ എഴുതാം? 1 റൈസ് ടു 3 ദ ഹോൾ റൈസ് ടു -1. 1 റൈസ് ടു 3 ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഇറ്റ് ഇസ് 3. സോ 3 റൈസ് ടു -1 വിച്ച് മീൻസ് ദാറ്റ് ദ ഇൻവേഴ്സ് ഓഫ് 3 എന്താണ്? -3. സോ ദാറ്റ് ഈസ് ഓൾസോ വിച്ച് ബിലോങ്സ് ടു ദ സെറ്റ്. അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പം നമുക്കിവിടെ എന്ത് പറയാം? ഇതിൽ നിന്ന് 1 എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് 1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് 1ൻ്റെ പവേഴ്സായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ, അതായത് 1 റൈസ് ടു 0, 1 റൈസ് ടു 1, 1 റൈസ് ടു -1, 1 റൈസ് ടു -2 നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ സെറ്റിനകത്ത്, ആ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിനകത്തുള്ള എലമെൻറ്റ്സ് തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഐ ക്യാൻ സേ ദാറ്റ് 1 ഇസ് എ ജനറേറ്റർ ഓഫ് ദ ഗിവൻ സെറ്റ് Z, സോ 1 നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 വെച്ചിട്ട് 1 റൈസ് ടു 0, 1 റൈസ് ടു 1, 1 റൈസ് ടു 2, 1 റൈസ് ടു 3, 1 റൈസ് ടു 4 എക്സെട്ര. ഇനി ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കും വരിക? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം.
you can write the left side as 1 raised to minus 1, here 1 raised to minus 2, പിന്നെ 1 raised to minus 3 എക്സെട്ര. ഇങ്ങനെ വരും. നമുക്ക് ജനറേറ്റർ ജി എന്ന് പറയുന്ന സെറ്റ്, അതായത് ഇസെറ്റ് എന്ന് പറയുന്ന സെറ്റ്, വി ക്യാൻ റൈറ്റ് ഇസെറ്റ് ഇൻ ടേംസ് ഓഫ് ദ എക്സ്പ്രഷൻ. ഹൗ ക്യാൻ വി എക്സ്പ്രസ് ദിസ്? ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1 raised to 0, കാരണം ഇസെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം എനിക്ക് 1ൻ്റെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, വിച്ച് മീൻസ് ദാറ്റ് 1 is a generator of the set z, plus. So 1 is a generator. Now generator of the set z, plus. ഇനി അടുത്തത് നമുക്ക് അടുത്ത എലമെൻറ്റ് നോക്കാം. അതായത് ഇപ്പം നമ്മൾ നോക്കിയതിൽ നെഗറ്റീവ്, ഇപ്പം നമ്മൾ 1 നോക്കിയല്ലോ, ഇനി -1 നോക്കാം. ഓരോരോ ഏത് എലമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ 2 എലമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഞാൻ ഈസി ആയിട്ട് ഉള്ളത് 1, പിന്നെ അടുത്തത് -1 എടുത്തു. ഇത് 2 എലമെൻ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ എലമെൻറ്റ്സ് എടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് യു ക്യാൻ ചെക്ക് ദാറ്റ് വെദർ ഇറ്റ് ഈസ് എ ജനറേറ്റർ ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഈസ് എ ജനറേറ്റർ യു ക്യാൻ റൈറ്റ് ഇറ്റ് as it is a generator, so that and also if it is not satisfying the conditions, ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ജനറേറ്റർ എന്ന് എഴുതാം. ഞാനിപ്പോൾ -1 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ് സൈഡ് നോക്കാം. -1 raised to 0, 1, -1 raised to 1, -1, -1 raised to 2 ആകുമ്പോൾ എങ്ങനെ എഴുതാം? വിത്ത് റെസ്പെക്ട് ടു ഇവിടെ അഡീഷൻ. അപ്പോൾ -1 plus -1, that is equal to -2. -1 raised to 3 ആകുമ്പോൾ -1 plus -1 plus -1 equal to -3. ഇനി നെഗറ്റീവ് സൈഡ് നോക്കാം. നെഗറ്റീവ് സൈഡ് എന്താ വരിക? -1 raised to -1. So how can we write this? -1 raised to 1, or you can write it as ഇത് വേണ്ട, -1 raised to -1, അതായത് ഇൻവേഴ്സ് ഓഫ് -1. അപ്പോൾ എക്ക് ഇൻവേഴ്സ് എന്താണ്? എക്ക് വരുന്ന ഇൻവേഴ്സ് -a. അതേപോലെ തന്നെ -aക്ക് ഇൻവേഴ്സ് എന്താണ്? ഇറ്റ് ഇസ് a. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് -1 എന്താണ്? 1, which belongs to z. Now -1 the whole raised to -2 എങ്ങനെ എഴുതാം? -1 the whole square power raised to -1. -1 the whole square ദാ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താണ്? -2. So -2 raised to -1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവേഴ്സ് ഓഫ് -2. What is the inverse of -2? It is +2, which belongs to z. അപ്പോൾ ഇസെറ്റിലുള്ള എലമെൻറ്റ്സ് തന്നെയല്ലേ വരുന്നത്? -1 raised to 3 ആകുമ്പോൾ എന്താണ്? -1 raised to 3 the whole raised to -1, that is -3 raised to -1 equal to inverse of -3 is 3, which belongs to z. Hence ഇതിവിടെ എന്താ പറയുക? -1 is also a generator of the set z, plus. So ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? z, plus contains 2 generators. What are the generators? That is 1 and -1. So these are the 2 generators, and also we can say that z, plus is a cyclic group. It is also a cyclic group. Is it finite? No, it is not finite. So you can write it as it is a infinite cyclic group എന്നും കൂടി നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് 1 ഒമേഗ സ്ക്വയർ. ഇത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണോ? 1 ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഇറ്റ്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക, ഇറ്റ്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഇസ് 1. ഇറ്റ്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഇസ് 1. That means omega raised to 3 is equal to 1. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? 1 raised to 0, 1 തന്നെ. 1 raised to 1, 1. 1 raised to 2, 1. അപ്പോൾ ഇതൊരു ജനറേറ്റർ ആണോ? അല്ല. 1 is not a generator. കാരണം അതിൻ്റെ പവേഴ്സ് എക്സ്പ്രസ് ചെയ്തപ്പോൾ ആ സെറ്റിലുള്ള മറ്റ് എലമെൻറ്റ്സ് എനിക്കിവിടെ വരുന്നില്ല. ഇവിടെ എല്ലാം 1, 1, 1 തന്നെ വരുന്നുണ്ട്. ഇനി ഒമേഗ raised to 0 എടുത്ത് 1. ഒമേഗ raised to 1 എടുക്കുമ്പോൾ ഒമേഗ സ്ക്വയർ ആകുമ്പോൾ ഒമേഗ സ്ക്വയർ. ഒമേഗ raised to 3 ആകുമ്പോൾ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഈസ് 1. So therefore omega raised to 3 1 ആണ്. ഇനി അപ്പോൾ ഇതെന്താണ്? ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് ഒമേഗ ഇസ് എ ജനറേറ്റർ ഓഫ് ദ സെറ്റ്. അപ്പോൾ ഇതൊരു ജനറേറ്ററാണ്. ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ് നോക്കാം. അപ്പോൾ 1 ജനറേറ്റർ അല്ല, അടുത്ത എലമെൻറ്റ് എടുത്തപ്പോൾ അതിൽ വരുന്നത് ഒമേഗ ഇസ് എ ജനറേറ്റർ. നൗ ഇനി നെക്സ്റ്റ് എലമെൻറ്റ് വി കൺസിഡർ ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ റേസ് ടു 0 is 1. ഒമേഗ സ്ക്വയർ റേസ് ടു 1 is ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ the whole square, that means omega raised to 4, which can be expressed as omega raised to 3 into omega equal to 1 into omega equal to omega.
Now, omega square raised to 3, which means that omega raised to 6. 6 in omega raised to 3 plus 3. That means omega raised to 3 into omega raised to 3, that is equal to 1 into 1, because omega raised to 3 is equal to 1. So 1 into 1 equal to 1. Thus, each cycle in G can be expressed as some integral powers of omega and omega square. So hence the group is a cyclic group. So the given group is a cyclic group with the generators. How many generators? Only 3 elements, 1 omega, omega square. Adil 2 generators. What are the generators here? Omega and omega square. Hope you could have understood this video. If you have any doubt, please comment in the comment section. Thank you.